ഹായ്, നമസ്കാരം. എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ പറശ്ശിനിക്കടവിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഈ യാത്ര നിങ്ങൾക്ക് ആസ്വദിക്കാം. ആ ക്ഷേത്രം നിങ്ങൾക്ക് കാണാം. വലുതായിട്ടൊന്നുമില്ല, എന്നാലും ഉണ്ട്. ഞങ്ങൾ പോകുമ്പോൾ അവിടെ മുത്തപ്പൻ വെള്ളാട്ടം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പോൾ മുത്തപ്പൻ വെള്ളാട്ടം ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. പക്ഷേ ഉള്ളിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, പുറത്തുനിന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പോണ്ടേ? വരും. അങ്ങനെ നമ്മൾ എന്തായി, പറശ്ശിനിക്കടവ് എത്തി. പറശ്ശിനിക്കടവ് പുഴയുടെ കുറുകെ ഒരു മേൽപ്പാലം കണ്ടിട്ടില്ലേ, അവിടെ എത്തി. നമ്മൾ പോയത് കൊളച്ചേരി മുക്ക് വഴിയാണ് പോയത്. ധർമ്മശാല വഴിയല്ല പോയത്. കണ്ണൂരിൽ നിന്ന് കൊളച്ചേരി മുക്ക് വഴിയാണ് പോയത്. അങ്ങനെ പാലത്തിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം, ദേ പറശ്ശിനിക്കടവ് ക്ഷേത്രം കണ്ട് അങ്ങകലെ അതിമനോഹരമായിട്ട് നിൽക്കുന്നുണ്ടോ. നമ്മുടെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. ഇവിടെ വന്നവർക്കെല്ലാം അറിയാം അതിമനോഹരമായ സ്ഥലമാണെന്ന്. ശാന്തസുന്ദരമായ പുഴ, അതിൻ്റെ പുറകെ വലിയ പാലം, കേരളത്തനിമ ഉണർത്തുന്ന ഗ്രാമഭംഗി അല്ലേ. രണ്ട് കരകളും ശാന്തമായി ഒഴുകുന്ന പുഴ. അങ്ങനെ ഞങ്ങൾ ഇക്കരയിൽ നിന്ന് അക്കരെ എത്തി. അങ്ങനെ അക്കരെ എത്തുമ്പോൾ കാഴ്ച കാണുന്നത് ബോട്ട് ചെട്ടിയാണ്, ബോട്ട് സർവീസ് കേട്ടോ. അങ്ങനെ ഇത് അക്കരെ എത്തി. ഇക്കരെ എത്തുമ്പോൾ ചെറിയ ചെറിയ കടകൾ കണ്ടോ. ഓരോരുത്തരും ജനങ്ങൾ ക്ഷേത്രത്തിലും അല്ലാതെയും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നു, പോകുന്നു. ഇങ്ങേ കരയ്ക്കുന്ന് അങ്ങോട്ട് നോക്കുമ്പം കണ്ട താഴെ പുഴ, അങ്ങ് താഴെയാണ് ക്ഷേത്രമുള്ളത്. അപ്പോൾ ഈ മുകളിൽ നിന്ന് നമ്മൾ താഴെ പോകണം. പണ്ടത്തെ പോലെയല്ല, റോഡുണ്ട്, ഇറങ്ങി ചെല്ലാം. പണ്ട് കാലങ്ങളിൽ മുകളിൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റെപ്പാണ് താഴേക്ക്. ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. പഴനിക്കെല്ലാം പോകുന്ന പോലെ കയറ്റവർക്കും അതുപോലുള്ള സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് കൂടുതലും വാഹനങ്ങൾ സ്വന്തമായിട്ടായി എല്ലാവർക്കും. അതുകൊണ്ട് വാഹനങ്ങൾ താഴെ ഇറക്കാം. ഇതായി ഈ റോഡ് വഴി കണ്ടോ. വളഞ്ഞ് ഇടത്തോട്ട് പോയി വീണ്ടും വലത്തോട്ട് പോയി അങ്ങനെ ഇറങ്ങി താഴെ എത്താം. കയറ്റം ഇറക്കം കയറ്റം കുറച്ച് കൂടുതലുള്ളതാണ്. എന്നിരുന്നാലും സുഖമായിട്ട് കയറും. നല്ല റോഡാണ് കേട്ടോ. ഇതിപ്പോൾ മുകളിൽ നിന്ന് നേരെ താഴേക്ക്, ഇതിന് താഴെയാണ് അമ്പലം. അങ്ങനെ ഞങ്ങൾ സൈഡ് പിടിച്ച് ഇങ്ങനെ വാഹനം പതുക്കെ ഇറക്കിയെന്ന് കണ്ട്. ടേണിങ് ആയത് ഇവിടെ വന്നവർക്കെല്ലാം അറിയാം ഇതേതാ റോഡെന്ന്. പറശ്ശിനിക്കടവിലേക്കുള്ള റോഡ് കണ്ട. ഇടതുഭാഗത്ത് ലോഡ്ജുകളും മറ്റ് സ്ഥാപനങ്ങളെല്ലാം. അങ്ങനെ ഞങ്ങൾ താഴെ എത്തി. പാർക്കിങ്ങിലേക്ക് കയറ്റാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ബാക്കി വിശേഷങ്ങൾ കാണുക. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ.
മുത്തപ്പൻ വാ ഏയ്